കളിക്കാവിളിയിലെ ക്രഷർ ഉടമയുടെ കൊലപാതകത്തിന് പിന്നിൽ ഗുണ്ടാസംഘമെന്ന സൂചന. കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിൽ ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും മൊബൈൽ ഫോണും കാണാനില്ലെന്നും ഗുണ്ടാസംഘങ്ങളുടെ ഭീഷണി ഉണ്ടായിരുന്നതായും ഭാര്യ പറഞ്ഞു. കേസിൽ നിർണായകമാകുന്ന CCTV ദൃശ്യം റിപ്പോർട്ടർ ലഭിച്ചു. നെയ്യാറ്റിൻകര സ്വദേശിയായ JCB ഓപ്പറേറ്ററെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ദീപു സോമന്റെ മൃതദേഹം കളിക്കാവിളിക്ക് സമീപം കാറിനുള്ളിൽ കണ്ടെത്തിയത്. തമിഴ്നാട് പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗിൽ കഴുത്തറുത്ത നിലയിലാണ് മൃതദേഹം കണ്ടത്. മലയൻകീഴ് സ്വദേശിയായ ദീപുവിന്റെ ഉടമസ്ഥതയിൽ ഒരു ക്രഷർ യൂണിറ്റും JCB വർക്ക്ഷോപ്പുമുണ്ട്. JCB വാങ്ങാനായി പോകുന്നുവെന്നാണ് വീട്ടുകാരെ അറിയിച്ചത്. കൈവശമുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. ദീപുവിന് ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണിയുണ്ടായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. നെയ്യാറ്റിൻകര സ്വദേശിയായ JCB ഓപ്പറേറ്ററെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. JCB ഓപ്പറേറ്റർ യാത്രയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നതായി ക്രഷർ യൂണിറ്റിലെ ജീവനക്കാർ മൊഴി നൽകി. പിന്നെ ഞാൻ ഇവിടെ ഒരു 4 മണിയോളം ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് എന്തോ പോയെന്ന് പറഞ്ഞു. സാധാരണ ഒരു വിപിൻ എന്ന് പറഞ്ഞാൽ തക്കലയുള്ള ഒരു പയ്യുണ്ട്. അവൻ കൂടെ പോകുന്നതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഡൗട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അവൻ പോയാൽ അത് കറക്റ്റാണ്. അവൻ സാധാരണ പോകുമ്പോൾ എല്ലാം വിപിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. വിപിൻ ഉണ്ടാവണമെന്ന് പറഞ്ഞു. പിന്നെ നെയ്യാറ്റിൻകരയുള്ള ഒരു പയ്യ ഉണ്ടെന്ന് പറഞ്ഞു, JCB ഓപ്പറേറ്റർ. അവനെക്കുറിച്ചാണ് ഇപ്പം അത് നമ്മൾ ഇവൻ ഉള്ളതുകൊണ്ടാണ് ഇവന്റെ ഡീറ്റെയിൽ കേൾക്കാത്തത്. പക്ഷേ തക്കല എത്തുന്നതിന് മുന്നേ തന്നെ ഈ കാര്യം നടന്നു. കളിക്കാവിളയിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്ന ദൃശ്യം തമിഴ്നാട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസ് അന്വേഷണത്തിന് കന്യാകുമാരി SP സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. നാഗർകോവിലെ സർക്കാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വൈകുന്നേരത്തോടെ വീട്ടിലെത്തിച്ചു. നാളെ ഉച്ചയ്ക്കാണ് സംസ്കാരം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.